ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന LBSന്റെ BSc നഴ്സിംഗിന്റെ സെക്കൻഡ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ LBSന്റെ സൈറ്റിൽ കയറി നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈല്, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പൊ എന്താണ് നമ്മുടെ സൈറ്റിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. LBSന്റെ ഓരോ നോട്ടിഫിക്കേഷൻസും പ്രോസ്പെക്ടസും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാവൂ. നമുക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ, ദ സെക്കൻഡ് അലോട്ട്മെന്റ് ഫോർ BSc നഴ്സിംഗ് ഈസ് പബ്ലിഷ്ഡ്. റെമിറ്റ് ദ ഫീ ഓൺ ഓർ ബിഫോർ 11/8/2025. ഓഗസ്റ്റ് 11 മുഖം തന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് കിട്ടിയ കോളേജിന്റെ ടോക്കൺ ഫീ നിങ്ങൾ അടച്ചിരിക്കണം. അലോട്ട്മെന്റ് ലഭിച്ച കോളേജിലെ സീറ്റ് കൺഫേം ചെയ്യുന്നതിനും ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കപ്പെടുന്നതിനും ടോക്കൺ ഫീ അടയ്ക്കേണ്ടതാണ്. ടോക്കൺ ഫീ നിശ്ചിത തീയതിക്കുള്ളിൽ അടയ്ക്കാത്ത അപേക്ഷാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുപ്പിക്കുകയില്ല. ന്യൂലി അപ്രൂവ്ഡ് കോളേജസ് വിൽ ബി ആഡഡ് അക്കോർഡിംഗ് ടു ദ LBS അപ്രൂവൽ. ഇനി ഏതെങ്കിലും കോളേജസ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് പ്രൊഫൈലിൽ നോക്കി നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പുതിയ കോളേജസ് ആഡ് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി അങ്ങനെയുള്ള പുതിയതായിട്ട് അപ്രൂവൽ ചെയ്ത കോളേജസ് മാത്രമേ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയ കുട്ടികൾ ഇനിയും ടോക്കൺ ഫീ അടയ്ക്കേണ്ട ആവശ്യമില്ല. ടോക്കൺ ഫീ ഒറ്റ തവണ മാത്രം അടച്ച് സെക്യൂർ ചെയ്താൽ മതി നിങ്ങളുടെ സീറ്റ്. അതോടൊപ്പം നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ടോക്കൺ ഫീ എപ്പോഴാണ് അടയ്ക്കേണ്ടത്. ഓഗസ്റ്റ് 11 മുന്നേ ആയിട്ട് നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കണം. നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്ത് വെക്കണം. ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെന്റിൽ ടോക്കൺ ഫീ അടച്ച കുട്ടികളെ മാത്രമാണ് സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെട്ടിട്ടുള്ളൂ. ഇനി ടോക്കൺ ഫീ ഏതെങ്കിലും കുട്ടികൾ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് സെക്കൻഡ് ആൻഡ് തേർഡ് അലോട്ട്മെന്റിൽ അവരെ പരിഗണിച്ചിട്ടുമില്ല. അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ടോക്കൺ ഫീ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെ വന്ന കുട്ടികൾക്ക് സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ പറ്റും. അത് തേർഡ് അലോട്ട്മെന്റിന് ശേഷമായിരിക്കും സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്. ആ സമയത്ത് നിങ്ങൾക്ക് പുതുതായിട്ട് ഓപ്ഷൻ ഒന്നുകൂടി രജിസ്റ്റർ ചെയ്തതിന് ശേഷമായിരിക്കും നിങ്ങൾ സ്പോട്ട് ആൻഡ് സ്പെഷ്യൽ അലോട്ട്മെന്റിലേക്ക് പങ്കെടുക്കേണ്ടി വരിക. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ കിട്ടിയിട്ടുണ്ടോ, ഏത് കോളേജിലാണ് കിട്ടിയത് എന്നതെല്ലാം ഒന്ന് കമന്റ് സെക്ഷനിൽ പറയുക. അതുപോലെ LBSന്റെ പുതിയ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.